ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഒരു യാത്ര പോവാണ്. അപ്പോൾ സൂര്യകാന്തിയൊക്കെ കാണുമ്പോൾ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഗുണ്ടൽപേട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഗുണ്ടൽപേട്ടിൽ ഇപ്പം നല്ല സമയമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഏറ്റവും പീക്ക് ടൈം. പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് സെപ്റ്റംബർ ഓഗസ്റ്റ് ആ സമയത്ത് പോയാൽ മതി. അപ്പം നമ്മളിപ്പോൾ സെപ്റ്റംബറിലാണ് പോകുന്നത്. അവിടെ എത്തി, രാവിലെ തന്നെ പുറപ്പെട്ടിരുന്നു. അപ്പം അവിടെ എത്തി. ആദ്യം കണ്ട പാടത്തിൻ്റെ അടുത്ത് വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ ഇറങ്ങി. നിറച്ചും മല്ലികപ്പൂവാണ്, ചെണ്ടുമല്ലികയാണ്. ഇതിവിടെ ഓറഞ്ചും മഞ്ഞയുണ്ട്. അപ്പോൾ ഓറഞ്ചാണ് കുറച്ചുകൂടെ നല്ല ഭംഗി തോന്നിയത്. അപ്പം നമുക്കിത് പാടത്തൊക്കെ കയറാൻ പറ്റും. എത്ര ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും എടുക്കാം, അതൊക്കെ അലൗഡാണ്. പൂക്കൾ പറിക്കാനൊന്നും പാടില്ല, എന്നാലും എത്ര സമയം വേണമെങ്കിലും നല്ല ആസ്വദിച്ച് നടക്കാൻ പറ്റും. അപ്പോൾ അല്ലുവും നല്ല ഹാപ്പിയാണ് പൂക്കളൊക്കെ കണ്ടിട്ട്. പിന്നെ പൂവ് നമുക്ക് പറിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അല്ലുവിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. അത് കുഴപ്പമില്ല, എന്നാലും ആൾ ഹാപ്പിയാണ്. നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അല്ലുവും പപ്പയും കൂടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, റീൽസൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ട്, എന്ത് രസമാണെന്നറിയോ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ. നമ്മൾ ഓണക്കാലത്തേക്ക് കേരളത്തിലേക്ക് കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ പെയിൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പൂക്കൾ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മസനഗുഡി വഴിയാണ് യാത്ര തിരിച്ചത്. മസനഗുഡി ഭയങ്കര ഭംഗിയാണ്. രണ്ട് സൈഡിലും കൊടും കാടും. അപ്പോൾ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. നടുവിൽ റോഡും രണ്ട് സൈഡിലും കാടാണ്. അപ്പോൾ കുറേ ആനകളെ കാണാൻ പറ്റി, കാട്ടാന കാണാൻ പറ്റി. ഇപ്പോൾ കുറച്ച് അടുത്തു നിന്നാണ്. ഇപ്പോൾ വീഡിയോയിൽ അത്ര കാണില്ല, എന്നാലും കുറച്ച് അടുത്ത് തന്നെ കാണാൻ പറ്റി. പിന്നെ ഒരുപാട് മാനുകളുണ്ടായിരുന്നു, കുറേ മയിലുകളുണ്ടായിരുന്നു, പിന്നെ കാട്ടുപോത്തിനെ കണ്ടു. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒന്നാമത് നമുക്ക് എ സി ഒന്നും വേണ്ട, ഗ്ലാസ്സൊക്കെ താഴ്ത്തി നല്ല ഫ്രഷ് എയറിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്തോ രസമെന്നറിയോ. അപ്പോൾ തീർച്ചയായും ഗുണ്ടൽപേട്ടിൽ പോവുകയാണെങ്കിൽ നമ്മുടെ മസ്റ്റായിട്ടും മസനഗുഡി വഴി വരണം. അത്രയും രസമാണ്. നല്ലൊരു മനോഹരമായൊരു യാത്രയാണ്. ജസ്റ്റ് വൺ ഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഏർലി മോർണിംഗ് പോയിട്ട് ഈവനിങ് രാത്രിയാകുമ്പോഴത്തേക്കിന് തിരിച്ചു വന്നു. അപ്പം അത്രയും മനോഹരമായ യാത്രയായിരുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം നല്ല സൂപ്പർ യാത്രയായിരുന്നു. അപ്പോൾ വൺ ഡേ കൊണ്ട് തന്നെ തിരിച്ചു വരാനും പറ്റി. അപ്പോൾ എല്ലാവരും ഗുണ്ടൽപേട്ടിൽ പോകണം, മറക്കരുത്. ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസത്തിൽ തന്നെ പോകണം. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഒരു യാത്ര പോവാണ്. അപ്പോൾ സൂര്യകാന്തിയൊക്കെ കാണുമ്പോൾ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഗുണ്ടൽപേട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഗുണ്ടൽപേട്ടിൽ ഇപ്പം നല്ല സമയമാണ്.